ദൈവതിരുനാമത്തിന് വീണ്ടും മഹത്വം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പകലിലും ദൈവിക സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു ആത്മീയ ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അത് അല്പനിമിഷം പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ കൃപയിൽ ശരണപ്പെടുന്നത്. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവകേൾവിക്കായി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 14 മുതൽ താഴെയുള്ള ചില ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും പല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരന് ഒരുവൂടിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പീൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വേദവാക്യങ്ങളിൽ നിന്നാണ് അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് 14 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. അതിൽ ഏറ്റവും അവസാനമായി നാം കാണുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതിയത്. പൊതുസഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ചില ലേഖനങ്ങളുണ്ട്. വ്യക്തികളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതിയ ലേഖനങ്ങളുണ്ട്. ഇടയ ലേഖനങ്ങളുണ്ട്. എന്നാൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. 4 സുവിശേഷകന്മാർ സുവിശേഷം എഴുതുമ്പോൾ മത്തായി യഹൂദ ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കിയും, മർക്കോസ് ജാതികളാകുന്ന യവനന്മാർക്ക് വേണ്ടിയും, ലൂക്കോസ് റോമ ജനത്തിനു വേണ്ടിയും, യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അത് അന്നത്തെ കാലത്തെ വിശ്വാസികളാകുന്ന ദൈവമക്കളെ ഉദ്ദേശിച്ചും സുവിശേഷം എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എബ്രായ ക്രിസ്ത്യാനികൾ, എബ്രായർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അക്കരക്കാർ എന്നുള്ള വാക്കാണ് അതിന് അർത്ഥമായി കൊടുത്തിരിക്കുന്നത്. ഏബാർ എന്ന പദത്തിൽ നിന്നാണ് എബ്രായൻ എന്ന പദമുണ്ടായത്. ഇസ്രായേലിനത്തിന് പറയുന്ന അല്ലെങ്കിൽ പേർ വിളിക്കപ്പെട്ടൊരു പേരാണ് എബ്രായൻ എന്നുള്ളത്. അബ്രഹാമിനെയാണ് ആദ്യം എബ്രായൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുകൂടാതെ നാം ഇങ്ങോട്ട് പഠിച്ചു കടന്നു വരുമ്പോൾ യോസഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. യോസഫ് എബ്രായദാസനാണ്. ഇസ്രായേലിനത്തെക്കുറിച്ച് മോശയെക്കുറിച്ച് പറയുന്നു, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നു. കൂടാതെ യോനാ പ്രവാചകൻ പറയുന്നു, ഞാൻ ഒരു എബ്രായനാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ സേവിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനത്തെക്കുറിച്ച് പറയുന്ന മറ്റനവധി പേരുകളുണ്ട്. യശുരൂൻ എന്ന് അവരെ പേര് വിളിക്കുന്നു. യശുരൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുഷ്ടിയുള്ളവനെന്നാണ്. അവരെ ജൂസ് അഥവാ യഹൂദന്മാരെന്ന് പേര് വിളിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ. അപ്പോസ്തോലിക കാലത്ത് എബ്രായർ നല്ലൊരു കൂട്ടം ജനങ്ങൾ സുവിശേഷം കേട്ട് ദൈവഭാഗത്ത് കടന്നു വരികയുണ്ടായി. അവർ അന്നത്തെ ഇസ്രായേൽ മതം അടങ്ങ സഭ അതിലെ ചട്ടുവട്ട ആചാരങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്ന കാലയളവിലാണ് സുവിശേഷം കേൾക്കുകയും യേശുക്രിസ്തുവാണ് രക്ഷയ്ക്ക് മുഖാന്തരം എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് കടന്നു വന്നു ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ആ ദേശത്തുണ്ടായി. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ പൗലോസ് എബ്രായ ലേഖനം എഴുതുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിന്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ കർത്താവിനെ കാണുവാൻ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയ 9 ഭാഗ്യവാന്മാരുണ്ട്.
സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, നീതിക്ക് വിശക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് 9 ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പേര് പറയപ്പെടുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് ആ വേദഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവിനെ യഥാർത്ഥമായി നമുക്കറിയണമെങ്കിൽ, കാണണമെങ്കിൽ ശുദ്ധീകരണം വളരെ ആവശ്യമാണെന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യും എന്ന് ഈ വേദഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദൈവകൃപ പോയാൽ ആ വ്യക്തി മുഖേന അനേകർ മലിനരായി മാറും. ആ വ്യക്തി മുഖേന കയ്പുള്ള വേര് മുളയ്ക്കും. ആ വ്യക്തി മുഖേന അനേകർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി മാറും. എബ്രായ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ദൈവകൃപയിൽ നിങ്ങൾ വന്നു, ആ ദൈവകൃപ വിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പാടില്ല. ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് അടുത്ത ഭാഗങ്ങളിൽ താൻ പ്രസ്താവിക്കുന്നു. അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസാക്കിൻ്റെ മകൻ ഏശാവ്. ഏശാവ് ജന്മം കൊണ്ട് ജ്യേഷ്ഠാവകാശം ലഭിച്ചവനാണ്. അവൻ അനുഗ്രഹിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ ഒരു നിസ്സാര ആഹാരപദാർത്ഥത്തിന് വേണ്ടി തൻ്റെ പദവികളെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവൻ ഒരു ഗ്ലാസ് പായസം കിട്ടിയപ്പോൾ തൻ്റെ സഹോദരനാകുന്ന യാക്കോബിന് തൻ്റെ ജന്മസിദ്ധമായി ലഭിച്ച അവകാശം അവൻ നഷ്ടപ്പെടുത്തി. എന്നിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നു, അവൻ അനുഗ്രഹം പ്രാപിപ്പാൻ വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. പക്ഷേ അവന് മാനസാന്തരത്തിന് ഇട കിട്ടിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ജീവിക്കുന്ന കാലങ്ങളിൽ മാനസാന്തര അവസരം ദൈവം തന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മാനസാന്തരപ്പെടണം. എല്ലാ കാലത്തും ഒരുപക്ഷെ മാനസാന്തര അനുഭവം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. യേശുക്രിസ്തു ഉപമകളിൽ കൂടെയും ദൃഷ്ടാന്തങ്ങളിൽ കൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായം അവിടെ വളരെ ഒരു ദൈവിക ചിന്ത, ഒരു ആലോചന നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു ദൃഷ്ടാന്തത്തിൽ കൂടെ ഒരു ദേശത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു. ആ ധനവാൻ ആഡംബരപ്രിയനായി സുഖിച്ച് സുഖലോലുപനായി ജീവിച്ചു എന്ന് ആ വേദഭാഗത്ത് കാണാം. എന്നാൽ അതേ ദേശത്ത് തന്നെ ഒരു ദരിദ്രനായ വ്യക്തി, അതിൻ്റെ പേര് പ്രസ്താവിച്ചിട്ടുണ്ട്, ലാസർ. അദ്ദേഹം ആഹാരത്തിന് മാർഗമില്ലാതെ വളരെ ദുരിതം അനുഭവിച്ച് രോഗിയായി ഈ ധനവാന്റെ വീടിൻ്റെ പടിവാതിക്കൽ ഇടുന്ന കുപ്പത്തൊട്ടിയിൽ നിന്ന് എച്ചില് ഭക്ഷിച്ച് നായ്ക്കൾ വന്ന് വ്രണം നക്കി അവനെ മുൻപോട്ട് ജീവിച്ചു. രണ്ടുപേരെയും ജീവിതം ഈ ഭൂമിയിലെ രണ്ടവസ്ഥയിൽ. ഒരു വ്യക്തി സുഖിക്കുന്നു, ആഡംബരപ്രിയനായി ജീവിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റേ വ്യക്തി ഈ ഭൂമിയുടെ പരപ്പിൽ വളരെ ഒരു മനുഷ്യനെ സഹിക്കാവുന്ന ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച് മുമ്പോട്ട് ജീവിക്കുന്നു. അവരെ ആത്മീയ കാര്യങ്ങളൊന്നും, ആത്മീയ വിഷയങ്ങളൊന്നും അവിടെ കാണുന്നില്ല. എന്നാൽ താഴോട്ടുള്ള വേദവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ലാസറിനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ യാതനാസ്ഥലത്ത് പോയി. യാതനാസ്ഥലത്ത് കടന്നു ചെല്ലുമ്പോഴാണ് ധനവാന് തൻ്റെ യഥാർത്ഥമായ അനുഭവം, അവസ്ഥ മനസ്സിലായത്. അവിടെ കിടന്നുകൊണ്ട് ധനവാൻ മേലോട്ട് നോക്കിയെന്നും അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ വളരെ സന്തോഷവാനായിരിക്കുന്ന വസ്തുത കണ്ടപ്പോൾ താൻ പ്രാർത്ഥന ആരംഭിച്ചു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ധനം ആവശ്യം പോലെ ഭൂമിയുടെ പരപ്പിലുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊരു ഫലം ഉണ്ടായില്ല എന്ന് ആ വേദഭാഗം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അബ്രഹാം പിതാവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി നൽകാൻ കഴിയത്തില്ല, അങ്ങനെയുള്ള വ്യവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ തൻ്റെ അടുത്ത പ്രാർത്ഥന, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് അയക്കുകയും ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ തീജാലയിൽ എൻ്റെ നാവിനെ തണുപ്പിക്കുവാൻ
ഒരു തുള്ളി ജലമെങ്കിലും അവരെ നാവിൽ ഒഴിച്ചു തരട്ടെ എന്നാവശ്യപ്പെട്ടു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായില്ല. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അങ്ങനെയെങ്കിലും അബ്രഹാം പിതാവേ, ഈ ലാസറിനെ എൻ്റെ ഭവനത്തിലേക്കൊന്ന് അയക്കണം. എനിക്ക് 5 സഹോദരന്മാർ അവിടെ ഉണ്ട്. ആ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കുവാൻ ഈ ലാസർ പോയി അവരോട് സാക്ഷ്യം പറയണം. ശ്രദ്ധിക്കുക, 6 ആണുങ്ങളുള്ള ധനിക കുടുംബത്തിൽ ജനിച്ച ഒരു മൂത്ത ജ്യേഷ്ഠനായിരിക്കും ഒരുപക്ഷെ ഈ ധനവാൻ. ഭൂമിയിൽ ജീവിച്ച കാലയളവിൽ ആത്മീയ കാര്യങ്ങളോ നിത്യതയെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് ചിന്തിക്കാൻ അവസരം എടുത്തില്ല. എന്നാൽ മരണാനന്തരമുള്ള യാതനാസ്ഥലത്ത് കടന്നു പോയപ്പോൾ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, അനുദപിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ആ വേദഭാഗത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സഹോദരന്മാരുടെ അടുക്കലേക്ക് ലാസറിനെ അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. മരിച്ച ഒരു വ്യക്തി കടന്നുപോയി സാക്ഷ്യം പറഞ്ഞാലും അവർ വിശ്വസിക്കത്തുമില്ല, അവർ മാനസാന്തരപ്പെടുകയില്ല. അപ്പോൾ ഈ ധനവാനായ വ്യക്തി യാതനാസ്ഥലത്ത് വരാനുള്ള കാര്യം അദ്ദേഹം ധനവാനായതുകൊണ്ടല്ല, പിന്നെയോ ഈ ഭൂമിയുടെ പരപ്പിൽ ലഭിച്ച ജീവിതയാത്രയിൽ അദ്ദേഹത്തിന് ദൈവവിശ്വാസത്തിലേക്കോ മാനസാന്തര അനുഭവത്തിലേക്കോ വരാൻ കഴിഞ്ഞില്ല. ഈ ഭൂമിയുടെ ദരിദ്രനായത് കൊണ്ട് ഒരു വ്യക്തി പ്രതീക്ഷയിലോ നിത്യയിലോ പോകണമെന്നില്ല. ഈ ഭൂമിയുടെ പരപ്പിൽ ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഏശാവിന് മാനസാന്തരം ഇടകിട്ടിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ അവസരം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ടിരിക്കണം. യോഹന്നാൻ പത്മോസിൽ കണ്ട ലേഖന വെളിപ്പാടിൽ 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ 5 സഭയോട് പ്രത്യേകമായി പറയുന്ന ഭാഗമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ഏതിൽ നിന്ന് വീണുപോയി എന്ന് ഓർത്ത് മാനസാന്തരം ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. മാനസാന്തരപ്പെടാതെ കിരീടം നിന്റെ സ്ഥാനത്ത് നീക്കിക്കളയും. 5 സഭയോട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എന്നാ നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്? മരണത്തിനപ്പുറം കടന്നുപോയി ആ സ്ഥലത്ത് ചെല്ലുമ്പോഴാണോ മാനസാന്തരപ്പെടേണ്ടത്, അതോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ? മനം തിരിയണം. നമ്മൾ സൂക്ഷിക്കണം. ആരും ദൈവകൃപ വിട്ട് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ദൈവകൃപയിലേക്ക് വന്ന അനേക പ്രിയമുള്ളവർ ഒരുപക്ഷെ മാനസാന്തര അനുഭവം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഓർപ്പിക്കുക, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ വലഭാഗേ നമുക്കുണ്ട്. ഇന്ന് യേശുക്രിസ്തു പിതാവിൻ്റെ വലഭാഗത്ത് മധ്യസ്ഥനായിട്ടിരിക്കുന്നു. എന്നാൽ എത്രയും വേഗം ആ കർത്താവ് ന്യായാധിപനായി വരാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് മാനസാന്തരപ്പെടുവാൻ നമുക്കൊരു അവസരം ദൈവം തന്നിരിക്കുക. നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ, നിത്യത തുറക്കപ്പെടുന്നതിന് മുമ്പേ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ ചുരുങ്ങിയ ആയുസ്സിൽ മാനസാന്തരപ്പെടുകയും മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുകയും ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ യേശു ആദ്യം പറഞ്ഞു തുടങ്ങിയത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തര സുവിശേഷം പ്രസംഗിക്കണം. പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് എഴുന്നേറ്റ് മാനസാന്തരപ്പെടാൻ ജനങ്ങളോട് പറഞ്ഞു. അവർ 3000 പേര് മാനസാന്തരപ്പെട്ടു. പിന്നെയും അപ്പോസ്തലന്മാർ അവരുടെ സുവിശേഷ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഇനി മാനസാന്തരപ്പെട്ടിൽ എന്താ കുഴപ്പം? ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും നശിച്ചു പോകും. അപ്പോൾ നശിച്ചു പോകാതിരിക്കുവാൻ മാനസാന്തരപ്പെടണമെന്നും മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കണമെന്നും എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം ഒരു വ്യക്തിയെ കണ്ടല്ലോ, ഏശാവ്.
അദ്ദേഹത്തിന് ജന്മത്തിൽ ചില പദവികൾ കിട്ടി. ഇസ്രായേലിൽ ഒരു കുടുംബത്തിൽ ആദ്യജാതനായി ജനിച്ചാൽ അവർ ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. സ്വത്തിൻ്റെ ഭൂരിപക്ഷം മൂത്ത മകന് ലഭിക്കും. ആ ഭവനത്തിൽ പിതാവിന് ശേഷം അധികാരസ്ഥന്മാരായി മാറും. ആ ഭവനത്തിൽ യാഗമർപ്പിക്കേണ്ട വ്യക്തിയായിട്ട് അവനെ തീർക്കും. അധികാരങ്ങൾ ആ വ്യക്തിക്ക് അനുമതിയുണ്ട്. എന്നാൽ അതെല്ലാം നിസ്സാര ചില വിഷയത്തിന് മുമ്പാകെ നഷ്ടപ്പെടുത്തിയിട്ട് യേശാവ് അവസാനം വായിക്കുന്നു, ഓരോണിനു വേണ്ടി അവൻ്റെ പദവി നഷ്ടപ്പെടുത്തി അഭക്തനായവൻ മാറി. അനുഗ്രഹം ലഭിപ്പാൻ പിന്നെ ചെന്നിൽ കരഞ്ഞ് അപേക്ഷിച്ചു. മാനസാന്തരം കിട്ടിയില്ല. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മാനസാന്തരത്തിന് അവസരം ലഭിക്കുമ്പോൾ ദൈവമേ പാപിയാണെന്ന് ദൈവസന്നിധാനം സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ നല്ലൊരു അവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുക. അനേകർക്ക് പശ്ചാത്താപം ഉണ്ടാകും, പക്ഷേ മാനസാന്തരം ഉണ്ടാകാറില്ല. യേശുവിൻ്റെ കൂടെ 3 വർഷക്കാലം നടന്നൊരു അപ്പോസ്തലൻ യൂദ താൻ 30 വെള്ളിക്കാശ് കിട്ടിയപ്പോൾ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് ചെയ്ത് തെറ്റെന്ന് മനസ്സിലായി. പശ്ചാത്താപം ഉണ്ടായി. താനാ ലഭിച്ച പണം ദേവാലയത്തിൽ കൊണ്ട് എറിഞ്ഞിട്ട് താന് അനുതാപ ഹൃദയത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ താന് കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്നുള്ള കുറ്റബോധത്തോടുകൂടെ കെട്ടിഞ്ഞാന്നു മരിച്ചു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തിക്ക് പശ്ചാത്താപം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തെറ്റേക്കുള്ള പശ്ചാത്താപം പോരാ, മാനസാന്തരം വരണം. എന്താ ഈ പശ്ചാത്താപവും മാനസാന്തരവും തമ്മിലുള്ള വ്യത്യാസം? പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ കുറ്റബോധം ഉണ്ടാകുക, അതിന് പശ്ചാത്താപം. എന്നാൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മനം മാറുക. ഇതിനാണ് മൈൻഡ് ചേഞ്ചിങ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഒരുപക്ഷെ അനേകർക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ധനവാനെ പോലെ തിന്നു കുടിച്ചു ആനച്ചു സുഖിച്ച് ജീവിക്കുക. ഏത് നിമിഷത്തിൽ ആ മരണം നമ്മളെ പിടിപെടുമെന്ന് അറിയുന്നില്ല. ആ മരണത്തിന് അപ്പുറമുള്ള നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മടങ്ങി വരവ് നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ അവസരം ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ നൽകുമ്പോൾ മാനസാന്തരപ്പെട്ട് മാനസാന്തര യോഗ്യമായ ഫലം കായിച്ച് നല്ലൊരു ജീവിതത്തെ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന ഈ സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും കൃപ നൽകട്ടെ. അതിനുവേണ്ടി എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ഒരുങ്ങുക, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. കാലം അധികം മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്ന് ഈ ഭൂമിയിൽ നമ്മൾ മാറ്റപ്പെടുമെന്നോ എന്ന് നമ്മുടെ കർത്താവിൻ്റെ വരവ് ആകുന്നു എന്നോ നമ്മൾ അറിയാത്തത് കൊണ്ട് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുവാൻ എൻ്റെ സ്നേഹിതരെ ഞാൻ ഉത്സാഹിപ്പിച്ചും പ്രബോധിപ്പിച്ചും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.